ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രവീന്ദ്രന് കിട്ടാനുള്ള പെൻഷൻ തുക കിട്ടിത്തുടങ്ങി. അതായത് നമ്മുടെ വർഷയുടെ അച്ഛന് 1,00,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നല്ലോ, ആ പൈസ രവീന്ദ്രന് കിട്ടി. അങ്ങനെ അത് വേഗം കൊണ്ടുവരികയാണ്. രവീന്ദ്രൻ വന്നിട്ട് എല്ലാവരോടും ആ വിവരം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സച്ചിയുണ്ട്, രേവതിയുണ്ട്, അതുപോലെ ശ്രുതി എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ആ 1,00,000 രൂപ ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് നീ എടുത്തു വെക്കണം, എനിക്ക് ആവശ്യം വരുമ്പോൾ തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ആ സമയത്ത് ശ്രുതിക്ക് അത് കണ്ടിട്ട് കണ്ണ് തള്ളി, വല്ലാത്തൊരു സന്തോഷമൊക്കെ ശ്രുതിയുടെ മുഖത്തുണ്ട്. ആ ഒരു കാഴ്ച കണ്ടു നോക്കി നിൽക്കുന്നുണ്ട് സച്ചി. അപ്പം സച്ചി പറയാണ്, അമ്മയുടെ കയ്യിലൊന്നും ആ പൈസ കൊടുക്കണ്ട, അതൊക്കെ ഇവിടെ തന്നെ കള്ളന്മാരുള്ളതാണ്, അവർ കൊണ്ടുപോയിരിക്കും ചിലപ്പം, അതുകൊണ്ട് അച്ഛൻ തന്നെ അച്ഛൻ്റെ പണം സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്കിട്ടൊരു തട്ട് കൊടുത്തതാണ് സച്ചി. അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷമാണെങ്കിൽ ശ്രുതി അതിരാവിലെ തന്നെ കുളിച്ചൊരുങ്ങി സുന്ദരക്കുട്ടപ്പനായി അങ്ങനെ നിൽക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജോലി പോയിട്ടുണ്ടെങ്കിലും ശ്രുതിക്ക് അറിയില്ലല്ലോ ആ ജോലി പോയി എന്നുള്ളത്. അപ്പോൾ ശ്രുതിയെ കാണിക്കാൻ വേണ്ടിയെങ്കിലും പുറത്തേക്ക് പോകണ്ടേ, ജോലിക്ക് പോകുമെന്ന് പറഞ്ഞ് പോകണ്ടേ, അങ്ങനെ അതിനു വേണ്ടി അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ശ്രുതി കുളി കഴിഞ്ഞ് അങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ശ്രുതി തൻ്റെ തല ഒന്ന് തോർത്തി തന്നേന്നൊക്കെ പറഞ്ഞിട്ട് ടവലെടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ തല തോർത്തി കൊടുക്കുകയാണ് ശ്രുതി. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പം മറ്റൊന്നല്ല, ശ്രുതിയുടെ ഒരു മേഡം ഉണ്ടല്ലോ, ആ നവീൻ്റെ കൂടെയൊക്കെയുള്ള ഒരു മേഡം, ആ മേഡം ശ്രുതിയുടെ കല്യാണത്തിന് പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചിലവായിട്ട് എനിക്കന്ന് കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല, അപ്പം എൻ്റെ ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് 2 പേർക്കും ഒരു ഇൻ്റർനാഷണൽ ഹണിമൂൺ ട്രിപ്പ് ഞാൻ തയ്യാറാക്കി തരാം, ഫുൾ ചിലവും എൻ്റെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ടിക്കറ്റിൻ്റെ പൈസ ഒക്കെ ആ മേഡം തന്നെ എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എല്ലാ കാര്യങ്ങളും ആ മേഡത്തിനെ കൊണ്ട് ചെയ്യിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ശ്രുതി പറയുന്നുണ്ട്, ടിക്കറ്റ് ഞങ്ങൾ എടുത്തോളാം എന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി എന്നൊക്കെ ആ മേഡം ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം ശ്രുതി അറിയിച്ചിട്ടുണ്ട്. ശ്രുതിക്ക് അന്ന് ജോലി ഉണ്ടായിരുന്നു ആ ഒരു കാര്യം പറയുമ്പോൾ, പക്ഷേ ഇപ്പം ജോലിയില്ല. അപ്പോൾ എന്തായാലും മേഡത്തിനോട് എന്താ പറയേണ്ടത്, ടിക്കറ്റ് 2 ശ്രുതി പോയി ഒന്ന് ബുക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ ആഗ്രഹമല്ലേ, എന്തായാലും അത് പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ ആദ്യത്തെ സാലറി കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങനെ അന്തം വിട്ട കുന്തം പോലെ പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നേരെ പോകുന്നത് വേറെ എവിടേക്കും അല്ല, ആ ജോലി പോയ കാർ ഷോറൂം ഉണ്ടല്ലോ അവിടേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ശ്രുതിയെ തടഞ്ഞു നിർത്തുകയാണ്. എന്താ എന്ന് ചോദിച്ചിട്ട്, സാറിനെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. സാറോ, നിനക്കിപ്പോൾ സാറെന്നൊക്കെ വിളിക്കാൻ തോന്നുന്നുണ്ടോ, ഞങ്ങൾ വരെ സാറെന്ന് വിളിച്ചപ്പോൾ ഞങ്ങളെ കളിയാക്കല്ലായിരുന്നു നീയൊക്കെ എന്നിങ്ങനെ ആ സ്റ്റാഫ് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാനിവിടെ ജോലി എടുത്ത് 10-20 ദിവസം അതിൻ്റെ സാലറി വാങ്ങിക്കാൻ വേണ്ടിയാണ് എനിക്ക് സാറിനെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ, നീ ജോലി എടുത്തുന്നു ഇവിടെ വന്നിട്ടും, നീ വന്നു പോയിന്ന് വേണമെങ്കിൽ പറഞ്ഞോ, 10-20 ദിവസം നീ ഇവിടെ വന്നിട്ട് ഒരു കാറെങ്കിലും നീ സെയിൽ ചെയ്തോ എന്ന് അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇത്തിരി ടൈറ്റൊക്കെയാണ്, അതുകൊണ്ട് എനിക്ക് പൈസ കിട്ടണമെന്ന് പറയുന്നു. അപ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, നിന്നെ കാണണ്ട സാറിനല്ലെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇരിക്കുകയാണ്, ഒരു 9 കാറിൻ്റെ സെയിലാണ് നീ നശിപ്പിച്ചെടുത്തത്, നീ ഒരൊറ്റ ആൾ കാരണമെന്ന് പറയുമ്പോൾ, പിന്നെ അവർക്ക് അടുക്കളയിലേക്ക് വേണ്ട കറിക്കുള്ള സാധനങ്ങളൊക്കെ എന്നോട് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റുമോ എന്നിങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ, എന്തേ ചെയ്താൽ എന്ന് സ്റ്റാഫ് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ അത് ചെയ്തിരുന്നെങ്കിലും ഇപ്പം ഇവിടെ നല്ലൊരു സെയിൽ നടന്നതിന്, നിനക്ക് നല്ലൊരു കമ്മീഷനായി നല്ലൊരു പൈസയും കിട്ടിയതിനെ, പിന്നെ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനും ബോണസ് വരിക സാറ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ ഒരു നഷ്ടം സംഭവിച്ചത് കൊണ്ട്, നീയാണ് എല്ലാത്തിനും കാരണം, നിന്നെ സാറ് കാണണ്ട, നീ വേഗം ഇവിടുന്ന് പോകാൻ നോക്കുക, അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിരിക്കും നിന്നെ ഇവിടെ നടിച്ച് പുറത്താക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി സാറിനെ കാണാതെ തിരിച്ചു പോവുകയാണ്. എന്തായാലും സാലറി കിട്ടില്ലെന്ന് മനസ്സിലായി. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് തിരികെ വരികയാണ്. അപ്പോഴേക്കും ശ്രുതി ജോലിക്ക് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടേക്ക് വരുമ്പോൾ ചന്ദ്ര മാത്രം അവിടെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഒരുങ്ങി പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മോന് എന്തായി, പോയിട്ട് വേറെ ഏതെങ്കിലും ജോലി ശരിയായോ എന്ന് ചന്ദ്ര ഇങ്ങനെ വലിയ ആകാംക്ഷയോട് കൂടി ചോദിക്കുകയാണ്. ഒന്നും ശരിയായില്ല അമ്മയെന്ന് പറയുന്നുണ്ട്. നീ ഇങ്ങനെ നടന്നാൽ എങ്ങനെയാടാ മോനെ ശരിയാവുക, നിന്നോട് ശ്രുതിക്കുള്ള മതിപ്പൊക്കെ ഇല്ലാതായിപ്പോൾ, അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല നിന്റെ ജോലി നഷ്ടപ്പെട്ടത്, അതറിയുന്നേ മുന്നേ വേഗം തന്നെ ഏതെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ നോക്ക്. അപ്പം അമ്മ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ബാമയുടെ അരികിലേക്ക് പോവാണ്, അവൾക്ക് ചെറിയൊരു പർച്ചേസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അവൾക്ക് അരികിലേക്ക് ഞാൻ പോവാണ്, അവൾ എന്നെ വിളിച്ചായിരുന്നു എന്ന് പറയുന്നു. നീ എന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്കും, ഞാൻ അപ്പോഴേക്കും വേഗം വരാമെന്ന് പറഞ്ഞു ചന്ദ്ര അവിടെ നിന്നും പുറപ്പെടുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ശ്രുതിയുടെ ആഗ്രഹപ്രകാരം ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടേ, ഫ്ലൈറ്റ് ടിക്കറ്റാണ്,
പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയിൽ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ആ ഒരു കാര്യം ഓർമ്മ വരുന്നത്. നമ്മുടെ അച്ഛന്, അതായത് രവീന്ദ്രന് ആ 1,00,000 രൂപ കിട്ടിയതും അത് അമ്മയുടെ കയ്യിൽ കൊടുത്തതും അമ്മ അത് ഷെൽഫിൽ കൊണ്ടുവച്ച് പൂട്ടി വെച്ചതും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രുതിക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ ആ വീട്ടിൽ മറ്റാരുമില്ല. വേഗം തന്നെ ശ്രുതി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് അമ്മയുടെ റൂമിൽ പോയി ഷെൽഫൊക്കെ തുറന്ന് അതിൽ നിന്ന് ആ 1,00,000 രൂപ പെട്ടെന്ന് എടുത്ത് മാറ്റി തൻ്റെ ബാഗിലാക്കി അവിടുന്ന് അപ്പം തന്നെ പോവുകയാണ്. എവിടേക്ക്? ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രുതി തൻ്റെ റൂമിൽ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് കിടന്നുറങ്ങാണ്. അപ്പോഴാണ് അവിടേക്ക് ശ്രുതി ജോലി കഴിഞ്ഞ് വരുന്നത്. അപ്പോഴേക്കും മറ്റുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ശ്രുതി വരുന്നത് കാണുമ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, നീ വന്നോ എന്ന് ചോദിക്കുകയാണ്. എന്തായി? എനിക്കിന്ന് നല്ല തലവേദന ഉണ്ടെന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞിട്ടാണ് വരുന്നത്. എന്നാ മരുന്ന് കഴിക്കുന്നൊക്കെ പറയുമ്പോൾ മരുന്നൊന്നും വേണ്ട, എന്നാൽ ഞാൻ തല തടയി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ചെന്ന് ശ്രുതിയുടെ തലയൊക്കെ തടയി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് പറയാണ്, അതെ എന്തായി ഞാൻ പറഞ്ഞ കാര്യം എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ ടിക്കറ്റിന്റെ കാര്യമില്ല, അതൊക്കെ ഓക്കെ ആയിട്ടുണ്ടെന്ന് പറയുന്നു. സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അടുത്ത ആഴ്ചയാണ് നമ്മൾ ഹണിമൂൺ ട്രിപ്പ് പോകുന്നത് എന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതി. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് സന്തോഷമാവാണ്. അപ്പം പറയുന്നുണ്ട്, എൻ്റെ ആദ്യ സാലറി കിട്ടി എന്ന് പറഞ്ഞിട്ട് ആ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമുള്ള ബാലൻസ് പൈസ എടുത്ത് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പം ശ്രുതിയോട് പറയുന്നുണ്ട്, ബാലൻസ് പൈസ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള പൈസയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ഒരു 500 നോട്ടുകളൊക്കെ എടുത്തിട്ട് അവളെ കയ്യിൽ ഇങ്ങനെ കൊടുക്കണം. അപ്പം ശ്രുതിക്ക് ആകെ സന്തോഷമാണ് വരുന്നത്. കാരണം തൻ്റെ ഭർത്താവ് ആദ്യമായി തൻ്റെ കയ്യിലേക്ക് ശമ്പളം വെച്ച് തന്നല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ്. അപ്പം ശ്രുതിയുടെ തലവേദനയൊക്കെ അപ്പോഴേക്കും പോയി. എന്നിട്ട് പറയാണ്, ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാളും സമ്പാദിച്ചിട്ടുണ്ട്, ഞാൻ ഇത്രയും നാളും പണിയെടുത്ത് സാലറിയും വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സാലറി എൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ, ഈ ഒരു പൈസ കിട്ടിയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഒരു കുറ്റബോധമൊക്കെ ഉണ്ട് എന്തായാലും ശ്രുതിയുടെ മനസ്സിൽ. എന്നിട്ട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഭാഗം കഴിയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ചന്ദ്ര പിന്നെയും എവിടേക്ക് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഒരു കോള് വരുന്നത്. അപ്പോൾ മറ്റെവിടുന്നുമല്ല, ഈ പലിശക്കാരനാണ് വിളിക്കുന്നത്. എത്രയും വേഗം പലിശ അടയ്ക്കാൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ 1,00,000 രൂപ അവിടെ കൊണ്ട് അടയ്ക്കാം എന്നുള്ള പദ്ധതിയിലാണ് ചന്ദ്ര ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ആ അലമാരിയിൽ ഇരിക്കുന്ന ആ പണം തിരയുകയാണ് ചന്ദ്ര. അങ്ങനെ ആ പണം തിരയുമ്പോൾ എല്ലായിടത്തും നോക്കുന്നുണ്ട്, അപ്പോൾ കാണാനില്ല. അപ്പോഴാണ് അവിടേക്ക് രവീന്ദ്രൻ വരുന്നത്. അപ്പോൾ രവീന്ദ്രനോട് പറയുന്നുണ്ട്, എന്നാലും നിങ്ങൾ എൻ്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്ന പണം എന്നോട് പോലും ചോദിക്കാതെ നിങ്ങൾ എടുത്തില്ലേ, എന്നാൽ എന്നോടൊരു വിവരമെങ്കിലും പറയായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നീ എന്താ ചന്ദ്രയെ പറയുന്നതെന്ന് രവീന്ദ്രൻ ചോദിക്കുകയാണ്. ഇവിടെ വെച്ചിരുന്ന പണം നിങ്ങൾ എടുത്തില്ല, ഞാൻ എടുക്കുക, നിൻ്റെ കയ്യിലല്ല ഞാൻ തന്നത്, എനിക്ക് ആവശ്യമെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കാന്നല്ല പറഞ്ഞത്, ഞാൻ എന്തിനാ എടുക്കണേന്നൊക്കെ ചോദിച്ചു. അങ്ങനെ രവീന്ദ്രൻ പറയുമ്പോൾ അയ്യോ അപ്പോൾ ഇവിടെ ഇരുന്ന പണം എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഷെൽഫ് മുഴുവൻ തരികയാണ്. നീ വേറെ വല്ലയിടത്തും വെച്ചിട്ടുണ്ട്, ഓർത്തു നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് രവീന്ദ്രൻ. ഇല്ല, ഇവിടെ തന്നെയാണ് വെച്ചതെന്ന് പറയാൻ. അങ്ങനെ വെപ്രാളത്തോടു കൂടി തന്നെ ആ റൂമിൽ നിന്നും വേഗം ഹാളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സുധിയെ കാണുന്നുണ്ട്. സുധി, മോനെ നീ എൻ്റെ അലമാരിൽ ഇരുന്ന പൈസ എടുത്തായിരുന്നു, 1,00,000 രൂപ അച്ഛനോട് തന്നിരുന്നില്ല, അത് കാണാനില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സുധി അത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നോക്കുന്നത് ശ്രുതിയുടെ മുഖത്തേക്കായിരിക്കും. എനിക്കറിയില്ല, ഞാനൊന്നും എടുത്തില്ല എന്ന് സുധി പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീകാന്ത് അതിലെ വരികയാണ്. അപ്പോൾ ശ്രീകാന്തിനോട് ഈ ഒരു കാര്യം ചന്ദ്ര ചോദിക്കുകയാണ്. ഇവിടെ അലമാരിയിൽ 1,00,000 രൂപ വെച്ചില്ല മോനെ, അത് കാണാനില്ല, മോനെങ്ങാനും എടുത്ത്, എനിക്കെന്തിനാ അമ്മേ പൈസ, എനിക്ക് അങ്ങനത്തെ ചിലവൊന്നുമില്ലല്ലോ, ഈ 1,00,000 രൂപയ്ക്കുള്ള ചിലവ്, എനിക്ക് എന്ത് ചിലവാണ്, ഞാൻ എന്തിനാ പൈസ എടുക്കണേന്നൊക്കെ ശ്രീകാന്തും പറയാണ്. അപ്പം സച്ചിയും രേവതിയും വരുന്നുണ്ട്. അപ്പം രേവതി ആണെങ്കിൽ ചായ കുടിച്ചിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് പുറകിലൂടെ സച്ചിയുടെ പുറകിൽ ഇങ്ങനെ നടക്കാണ്. അപ്പോൾ ചന്ദ്ര ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, നീ അവനോടൊന്ന് ചോദിച്ചേടാ എന്ന് പറയുന്നത്, നേരിട്ട് ചോദിക്കാതെ ശ്രീകാന്തിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് എന്നോട് അങ്ങനെ പറഞ്ഞ കേൾക്കുമ്പോൾ സച്ചി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, അച്ഛന് പൈസ ഉണ്ടല്ലോ 1,00,000 രൂപ, അത് അമ്മ ഷെൽഫിൽ വെച്ചായിരുന്നു, അതിപ്പോൾ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ, അത് കാണാനില്ല, അത് എവിടേക്ക് പോയി എന്ന് സച്ചി ചോദിക്കുകയാണ്. നീ എടുത്തായിരുന്നു, പിന്നെ എനിക്ക് എതിർക്കലല്ല തോള്, ഞാനല്ല എടുക്കുക, ഇവിടെ മറ്റൊരാളാണ് അതൊക്കെ കട്ടെടുത്തുകൊണ്ട് പോണ ആള്, അയാളോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വരാണ്. ശ്രുതി പറയുന്നുണ്ട്, വെറുതെ ആവശ്യമില്ലാതെ ശ്രുതിയെ സച്ചി ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ട്ടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര ആകെ വിഷമിച്ച് വല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആരതെടുത്തുകൊണ്ട് പോയത്? അപ്പം രേവതിയോട് ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ മുറിയൊക്കെ വൃത്തിയാക്കിയപ്പോൾ അങ്ങനെ കണ്ടിരുന്നെന്ന് പറയുമ്പോൾ, എൻ്റെ അമ്മയുടെ മുറിയിലേക്ക് എന്നോട് കയറരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ അമ്മയുടെ മുറിയിൽ കയറാറില്ലല്ലോ അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിയും സംശയമൊന്നും, ഈ വീട്ടിൽ ആരെയും സംശയമില്ല സത്യത്തിൽ ചന്ദ്രയ്ക്കും. അങ്ങനെ ചന്ദ്ര കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം പറയാണ്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പണം ആരാ എടുത്തുകൊണ്ട് പോയതെന്ന്.
അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ആരാ അമ്മയെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് രേവതിയെ ഇങ്ങനെ പിടിച്ച് വലിച്ചിങ്ങനെ മുന്നിലോട്ട് നിർത്തിയിട്ട് ചന്ദ്രയുടെ മുന്നിലോട്ട് ഇങ്ങനെ നിർത്തിയിട്ട് പറയാണ്, നിന്റെ സഹോദരനായിരിക്കും, അവനല്ലേ ഇവിടേക്ക് പുറത്തുനിന്ന് വന്ന ഒരാൾ ഉണ്ടായിരുന്നത്, അവൻ കള്ളനല്ലേ, അവൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും ഈ പണം എന്ന് പറയുന്നതോട് കൂടി എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് ചന്ദ്ര അങ്ങനെ പറയുന്നത്. അപ്പം രേവതി പറയുന്നുണ്ട്, ഇല്ല അമ്മേ, എൻ്റെ അനിയൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, അവൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അവനൊരു അബദ്ധം പറ്റിയെന്നുള്ളത് സത്യം തന്നെയാണ്, അവൻ ഇപ്പോൾ ഇവിടുന്ന് പണമൊന്നും എടുത്തിട്ടില്ല, അവനപ്പം തന്നെ ചായ കുടിച്ച് പോവുകയും ചെയ്തല്ലോ എന്ന് പറയുന്നുണ്ട്. നീ ഒന്നും പറയണ്ട, നിന്റെ അനിയൻ തന്നെയാണ് ഇവിടുന്ന് പണം എടുത്തുകൊണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങനെ രേവതിയെ ശിക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ സച്ചി എതിർത്തൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനി എന്താകുന്നുള്ളത് നമുക്ക് അടുത്ത റിവ്യൂല് കേൾക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്